നമസ്കാരം. കേരള സ്റ്റോറി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനും എൻ്റെ ഒരു കേരള സ്റ്റോറി പറയാം. ഇത് കഴിഞ്ഞ മാസം ഞാൻ കേരളത്തിലോട്ട്, അതായത് എൻ്റെ നാട്ടിലോട്ട് ഞാനും എൻ്റെ കുടുംബവും നാട്ടിൽ പോയ ഒരു സ്റ്റോറിയാണ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പച്ചപ്പു നിറഞ്ഞൊരു നാട്, കേട്ട് കാഴ്ചയുടെ മേലം, കയലിൽ ഓടും വള്ളം കളി, ആടിപ്പാടും അടിപ്പോളി, കേരളീയം അടിപ്പോളി, അടിപ്പോളി. പച്ചപ്പു നിറഞ്ഞൊരു നാട്, കേട്ട് കാഴ്ചയുടെ മേലം, കയലിൽ ഓടും വള്ളം കളി, ആടിപ്പാടും അടിപ്പോളി, കേരളീയം അടിപ്പോളി, അടിപ്പോളി. അങ്ങനെ ഞങ്ങൾ കൊച്ചുവേളി ഗരീബിരുത് ട്രെയിനിലായിരുന്നു ഞങ്ങൾ നാട്ടിലോട്ട് വന്നത്. ട്രാവലിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ ഗിരീഷ്, അവൻ ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മാമൻ്റെ ഒരു വണ്ടി, ഇത് ഒരു ടെമ്പോ പോലത്തെ വണ്ടിയാണ്. ആ വണ്ടി എടുത്തിട്ടായിരുന്നു അവൻ ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് വന്നത്. ഈ വണ്ടി കൊണ്ടുവരാൻ കാരണം ഞങ്ങളുടെ ആഷിക്കിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സൈക്കിള് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാൻ ഇതായിരുന്നു കംഫർട്ടബിൾ. അങ്ങനെയാണ് ഈ വണ്ടി ആയിട്ട് ഗിരീഷ് ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നെയ്യാറ്റിൻകര ബാലനാപുരം റോഡാണ്. രാത്രി ഏകദേശം ഒരു 10:30 മണിയായിട്ടുണ്ട്. ഈ സമയത്താണ് ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ലേറ്റാവാൻ കാരണം ഞങ്ങൾ വന്ന ട്രെയിനിൽ തന്നെയായിരുന്നു ആ ലഗേജും വന്നിരുന്നത്, അതായത് സൈക്കിളും വന്നിരുന്നത്. അതൊന്ന് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആവേണ്ടി വന്നു. എന്തെങ്കിലും ലഗേജ് സാധനം കൊണ്ടുവരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് റിസീവ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡിൻ്റെയോ പാൻ കാർഡിൻ്റെയോ കോപ്പി കയ്യിൽ കരുതുക. അത് അവരവിടെ ചോദിക്കും. ഞങ്ങളുടെ അടുത്ത് അന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് അതില്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. പിന്നെ രാത്രി ഞങ്ങൾ ഓടി ഒരു കമ്പ്യൂട്ടർ കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ കൊടുത്തിട്ട് അത് സൈക്കിൾ ഞങ്ങൾ വാങ്ങിയിട്ട് വന്നത്. കൊച്ചുവേളി ഞങ്ങൾ വന്ന് ഇറങ്ങിയിട്ട് ഒരു ജെറോക്സ് കോപ്പി എടുക്കാനായിട്ട് ഒരുപാട് ഞങ്ങൾ ഓടി. ഒരു ഏകദേശം ഒരു 5-6 കിലോമീറ്റർ. 8:30 വണ്ടി വന്നതാണ്. ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് കറങ്ങുകയായിരുന്നു. പക്ഷേ ഒറ്റ കട പോലും അവിടെ തുറന്നിട്ടില്ലായിരുന്നു. അത്ര പെട്ടെന്ന് കടകളെല്ലാം അടച്ച് പോകുന്ന ഒരു പതിവാണ് അവിടെ കണ്ടത്. പിന്നെ ഒരു കമ്പ്യൂട്ടർ കട, അവർ ഷട്ടർ പകുതി താഴ്ത്തി അവരുടെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അവരൊരു കോപ്പി, എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി എടുത്തു തന്നത്. പിന്നെ രാത്രിയിൽ ഈ ബാലനാപുരം നെയ്യാറ്റിൻകര റൂട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നല്ല സുഖമായിരുന്നു, തണുപ്പായിരുന്നു. ഡിസംബർ 5-ാം തീയതി ആയിരുന്നു ഞങ്ങൾ നാട്ടിലോട്ട് വന്നത്. നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി.